6 ജില്ലയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുക. ഞങ്ങൾ എൻ്റെ അമ്മോ അതിനകം പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ നേച്ചർ ഫിൽഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. സോ ഇന്ന് എന്റെ കൂടെ നിതിൻ ചേട്ടനും അഭിമന്യു ഉണ്ട്. ഹായ് പറ. സോ ദ പ്ലേസ് ഈസ് ഇലവിഴ പൂഞ്ചിറ. ട്രക്കിംഗ് ആണ്. ജീപ്പിന് ഒരു 1.5 മണിക്കൂർ യാത്ര, 1000 രൂപയാണ്. എല്ലാ സ്പോട്ടും കാണിച്ച് നമ്മുടെ വണ്ടി എടുത്തിട്ട് വൈകുന്നേരമൊക്കെ ഒന്ന് നല്ല തണുപ്പാണ് ആണല്ലേ? ഉള്ള റീലിലെല്ലാം കാണുന്ന നല്ല മഞ്ഞ. ഇലവീഴ പൂഞ്ചിറയുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. മലങ്കര ഡാമിൻ്റെ വ്യൂ ആണ് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടത്. ഇനി നമുക്കിവിടെ ഒരു മുനിയറ കേവ് ഉണ്ട്. കേവ് ഏതോ മുനി വന്ന് തപസിരുന്നു എന്നൊക്കെയാണ് കേട്ടുകേൾവി, എന്താണെന്നറിയില്ല. നമുക്ക് താഴോട്ട് പോയി അതൊന്ന് കാണാം. ഈ വഴി കണ്ടോ, ഇത് പക്ക ഓഫ് റോഡാണ്. നിങ്ങൾ ആദ്യം കണ്ടല്ലോ ആ ജീപ്പ് കയറി വരുന്ന ആ ഒരു വ്യൂ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? പോയേക്കാം. ഇപ്പൊ പോയേനെ മറിഞ്ഞ് വീടല്ലേ? ഇല്ല, പോയിക്കോ ചേട്ടൻ ഫ്രണ്ടില്. ഞാൻ ഫ്രണ്ടിലോ? മറിഞ്ഞു വീണാലും ഞാൻ ബാധ്യത പറയേണ്ടി വരുമല്ലോ. ആ ഇല്ല ചേട്ടാ, ചെരുപ്പ. ബ്യൂട്ടിഫുൾ. പിടിച്ചോ. കാട്ടിനകത്തായതുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഇത്രയും വെയിലായിരുന്നിട്ട് മണ്ണ് ചിലപ്പോൾ തെന്നും. ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടേലും അത് കഴിഞ്ഞ് പറഞ്ഞ എന്നാ ഇതിനകത്തോട്ടോ? ഓ, അത് അകത്തോട്ടൊന്നുമില്ല. എന്റെ ഫ്രണ്ട് 2 ഡയലോഗ് അടിക്കുക. അകത്തോട്ടില്ല. അകത്തെന്തോണ്ട്? ആരെങ്കിലും ഉണ്ടോ? മുനിമാരുണ്ട്. ആ പിന്നെ പുള്ളി അന്നിരുന്ന ഇതുവരെ ഇറങ്ങിയില്ല. ആരൊക്കെ ഉണ്ട്? വാ പോവാം. അയ്യോ ബാ. ഓക്കെ, പോവാണ്. അതിസാഹസികമായി ഗായത്രി ഇതാ കയറി പോകുന്നു. എന്തല്ലേ? അതെ, നമ്മളിവിടെ പേടിച്ച് നിൽക്കുന്നേ. എൻ്റെ അമ്മോ അതിനകം പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും റെക്കോർഡ് ചെയ്തില്ല. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാല്ലേ? പോയേക്കാം. പാവം കുട്ടി.
കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓ അതാണ് അതിന്റെ ഒറിജിനൽ കാര്യം. നല്ല കാറ്റുണ്ട്. ഇതിന്റെ ചുറ്റും നോക്കിയേ മൊത്തം മരങ്ങളാണ്. പക്ഷേ ഈ ചിറയിൽ ഇല വീഴില്ല. അതാണ് ഇല വീഴാ പൂഞ്ചിറ. പലതരത്തിലുള്ള കഥകൾ പല റീൽസിൽ ഞാൻ കണ്ടു. എന്താ പറയുന്നത്, ചിലർ പറയുന്നുണ്ട് ദ്രൗപദി ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്, അങ്ങനെ പാഞ്ചാലിയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ഇത്രയും കാറ്റ് ഉള്ളത് കൊണ്ട്, ഈ 3 മലകൾക്കിടയിലൂടെ കാറ്റ് വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇല വീഴാത്തതെന്നാണ് വാസ്തവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മീൻ. അടുത്തത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഇലവീഴാ പൂഞ്ചിറ സിനിമ ഷൂട്ട് ചെയ്തത് നമ്മുടെ സൗബിൻ്റെ അത്രയും മനോഹരമായ സിനിമയല്ലേ. ആ ലൊക്കേഷനിലേക്ക് പോവാം, വാ. പൊന്മുടിയിൽ നമ്മൾ സീതാർച്ചാലിൻ്റെ മുകളിൽ നിന്നപ്പോൾ 1100 ഫീറ്റ് ആയിരുന്നു. ഈ മേളിലോട്ട് കയറാൻ വന്നത് 3200 ഫീറ്റ് ഹൈ. 6 ജില്ല ഇവിടെ നിന്നാൽ കാണാം. പിന്നെ സൗബിൻ്റെ ആയിരുന്നു നേരത്തെ പറഞ്ഞല്ലോ, വേറെ എന്നാ പറയാനാ. കയറിപ്പോവാ നീ. ഇലവീഴാ പൂഞ്ചിറയിലെ ആ സിനിമയിലെ ആ ഡയലോഗ്, കൊന്ന പാവം തിന്നാ തീരും, അത് മേ ബി റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്തതാണ് ഇതിൻ്റെ പുറയിൽ. ഗായത്രി ഇങ്ങനെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ സിനിമ ഒന്നുകൂടി കണ്ട കൂട്ട് ഒരു ഫീൽ വരുന്നുണ്ട്. ആ ജനലിൻ്റെ അടുത്ത് പോയിരുന്നു, എന്തോ അങ്ങനെ. ഇലവീഴാ പൂഞ്ചിറ എങ്ങനെയുണ്ട്? ഇതെൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഓവറോൾ ലൈക്ക് ദ ട്രാവൽ എവറിത്തിങ് വാസ് സൂപ്പർ. ആൻഡ് വ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈക്ക് അമേസിങ്. അതാണ് ഞാനും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ട്രക്കിംഗ് ഒരുപാട് പേരെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ ട്രക്കിംഗ് വീഡിയോസ്, ഹൈക്കിംഗ്, വട്ടവട വീഡിയോയിൽ മൊത്തം ട്രക്കിംഗ് ആയിരുന്നു. അതും 45 മിനിറ്റ്സ് കുത്തനെ കയറ്റം മുകളിലോട്ട് വട്ടവട. വിളിക്ക്. അയ്യോ അലർജി. മറ്റേ സംഭവം ചിയേഴ്സ്. സൂപ്പർ. കഴിഞ്ഞു കേട്ടോ. വാ. അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തൊരു വ്ളോഗുമായി ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഫ്രം ഹംഗ്രി റാബിറ്റ്.